ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുഷ്പയുടെ രണ്ടാം ഭാഗമായ പുഷ്പ 2 5-ാം തീയതി, അതായത് ഡിസംബർ 5-ാം തീയതി റിലീസാവുന്നുണ്ട്. അപ്പോൾ അതിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പിന്നെ നിങ്ങളെല്ലാവരും പറയും പോലെ പുഷ്പ ഫസ്റ്റ് എനിക്കൊരു ആവറേജ് പടമായി തോന്നിയിട്ടില്ല. എനിക്കൊരു മികച്ച ചിത്രമായിട്ടാണ് തോന്നിയത്. എനിക്ക് തിയേറ്റർ അനുഭവത്തിൽ ഏറ്റവും മാക്സിമം തന്നൊരു സിനിമ, ഇടക്കാലത്ത് ഏറ്റവും മാക്സിമം തന്ന അതേ ജയിലർ പോലെ അതിന് മുകളിലായിരിക്കും പുഷ്പ എന്ന സിനിമയുടെ സ്ഥാനം. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിൻ്റെ പാട്ടുകളായാലും ആക്ഷൻ സീൻസ് ആയാലും അതിൻ്റെ സ്റ്റോറി ആണെങ്കിലും അതിൻ്റെ നറേഷൻസ് ആണെങ്കിലും അതിൻ്റെ ക്ലൈമാക്സ് ആണെങ്കിലും സെക്കൻഡ് പാർട്ടിലോട്ട് കൊണ്ടുവച്ചിരിക്കുന്ന അതിൻ്റെ ഒരു പോർഷൻ സെക്കൻഡ് പാർട്ടിലോട്ടുള്ളൊരു ലീഡാണെങ്കിലും മികച്ച രീതിയിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നിങ്ങൾ ചിലർ പറയുന്നത് ഭയങ്കര ആവറേജ് സിനിമയാണ്, അത് അങ്ങനെ തോന്നിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് അങ്ങനെയല്ല തോന്നിയിട്ടുള്ളത്. എനിക്ക് പുഷ്പ എന്ന് പറഞ്ഞ സിനിമ അത്രയ്ക്ക് മികച്ചതായിട്ടാണ് തോന്നിയത്. അത്ര ഒരു അഭിനയ പ്രാധാന്യമൊന്നും ഞാൻ കൂടുതൽ പറയുന്നത്, നാഷണൽ അവാർഡ് കിട്ടേണ്ട സിനിമയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സിനിമ മികച്ച സിനിമയായിരുന്നു. അത് എനിക്ക് KGF മുകളിലാണ് പുഷ്പ എന്ന സിനിമ എൻ്റെ മനസ്സിൽ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് സിനിമ അറിയാത്തതുകൊണ്ടാണ് KGF ആണ് സൂപ്പർ സിനിമ എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പയാണ് ഞാൻ കണ്ട KGFിനെക്കാളും മുകളിൽ നിൽക്കുന്ന സിനിമ. ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പുഷ്പ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മുകളിലുള്ള മാസ് സിനിമ ഞാൻ ഇടക്കാലത്ത് കണ്ടിട്ടില്ലെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ പുഷ്പ 2 വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഇനി പുഷ്പ 2 എനിക്ക് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ ഫഹദ് ഫാസിൽ വേഴ്സസ്, അതായത് പുഷ്പ വേഴ്സസ് മറ്റേ പോലീസ് ചെയ്തിട്ട് പോയത് ഷിഖാവത്ത്, അങ്ങനെ അവർ രണ്ടിനും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാൻ സാധിക്കുന്നതെന്നാണ് ഫസ്റ്റ് പാർട്ടിൽ തന്നിരിക്കുന്ന ലീഡ് വെച്ച് നമുക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് ഈ സെക്കൻഡ് പാർട്ടിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിനും കുറച്ച് താഴെയായിട്ടാണ് എനിക്ക് തോന്നിയത് സിനിമയുടെ ട്രെയിലർ കണ്ടിച്ച്. കാരണം എന്ന് വെച്ചാൽ ഓവർ മാസമായി പോയത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനാണ്, അല്ലു അർജുൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ സാധാരണക്കാരനാണ്. അവന് ഇംഗ്ലീഷ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലിയ വശമില്ല. ഇതേപോലെ സാധാരണ ഒരു കൂലിയായിട്ട് നടന്നിട്ട് പിന്നെ മുകളിലോട്ട് കയറി വരുന്നുണ്ട്. എന്നാലും അവൻ്റെ ഭാഷയും ഇതുമെല്ലാം ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം വിവരം ഇല്ലാത്ത ഒരാളുടെ ഒരു രൂപത്തിലായിരുന്നു പുള്ളിയുടെ സംസാരം ഇതൊക്കെ. പക്ഷേ പുഷ്പ 2 വളർന്നു വലിയ KGF കണക്കിനുള്ള വലിയ തോക്കുകളും എല്ലായിടത്തും വെടിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുഷ്പ നാഷണൽ നെയ് ഇൻ്റർനാഷണൽ എന്നൊക്കെ പറയുന്ന ഡയലോഗുകളും ഇതൊക്കെ കുറച്ച് അരോചകമായി തോന്നി. ഇനി ചിലപ്പോൾ കഥ 3 മണിക്കൂർ 21 മിനിറ്റുള്ള സിനിമയാണ്. അപ്പം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഇത് കൊണ്ടുവച്ചിരിക്കുന്നതെന്നുണ്ട്. സുകുമാർ എന്ന് പറഞ്ഞ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റ് ആണ്. പുള്ളി ഏതൊക്കെ രീതിയിലായിരിക്കും കൊണ്ടുവച്ചിരിക്കുന്നുണ്ട്. ഓവർ മാസമായിട്ടാണ് എനിക്ക് പുഷ്പ 2 ട്രെയിലർ തോന്നിയത്. പിന്നെ നമുക്ക് എത്രത്തോളം ഇഷ്ടപ്പെടാൻ സാധിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയാം. എന്തായാലും 4 മണിക്കുള്ള ഷോയ്ക്കുള്ള ടിക്കറ്റ് എടുത്തു വച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സിനിമ കാണാം. പിന്നെ സിനിമ ചിലപ്പം ആ സിനിമ ഒരു വലിയ വിജയമായിരിക്കും, അല്ലെങ്കിൽ ആ സിനിമ ഒരു ആവറേജ് ആയിരിക്കും. ഒരിക്കലും പടം പൊട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ഹൈപ്പ് ഉണ്ട് പടത്തിന്. പിന്നെ ചിലർ പറയുന്നത് പടം പൊട്ടും അല്ലെങ്കിൽ പടം നല്ല ഹൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല പടം പൊട്ടും എന്നുള്ളത് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം അത്രയും സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുണ്ടെന്ന് നമുക്ക് ഏരീസ് പ്ലസിലെ OD1 ആ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും. ആ സിനിമ ഒരിക്കലും പൊട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ആദ്യത്തെ 3 ദിവസം കൊണ്ട് ഇതിൻ്റെ മുതൽ മുടക്കൊക്കെ നേരത്തെ തിരിച്ചു പിടിച്ചെന്ന് പറഞ്ഞാൽ ഇത്ര 1000 കോടി രൂപയൊക്കെ ബിസിനസ് നേടിയെന്നും 300 കോടി രൂപ ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ നേടിയെന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടാ. എന്നാൽ ഈ സിനിമ ഒരിക്കലും പരാജയപ്പെടാൻ സാധ്യതയില്ല. ഈ സിനിമ ഒരിക്കലും എന്തായാലും ഈ സിനിമ കങ്കുവ പോലെ ഒരു വൻ പരാജയമാകാൻ സാധ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ കങ്കുവരെ നമ്മൾ ഓഡിയോ വെച്ചിട്ടൊക്കെ കണ്ടതാണ്. നമുക്ക് 1000 കോടിയാണോ നിങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഒരു അവതാരിക ചോദിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ സംവിധായകർ പറഞ്ഞു, എങ്ക ഞങ്ങൾ 2000 பார்த்துட்டு இருக்க, நீங்கள் 1000 அடிக்கிற എന്നൊക്കെയാണ് അതിൻ്റെ ഡയറക്ടർ പറഞ്ഞത്. പിന്നെ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ உங்கள் கையில் இருக்கிற அந்த ஒரு இது இருக்குல்ல, பாஸ் இருக்குல்ல, அந்த பாஸ் நீங்கள் கையில் பத்திரமா வச்சுக்கோங்க. இங்கேயே நடக்கும் இதோட செலிப்ரேஷன், சக்ஸஸ் செலிப்ரேஷன். இந்த பாஸ் தான் உங்களுக்கு அன்னைக்கு பாஸாக இருக்கும், நீங்கள் இதை കാത്ത് സൂക്ഷിച്ച് വച്ചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയ സിനിമ ഏത് രീതിയിലാണ് പോയതെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് അതുപോലുള്ള തള്ളൊന്നും ഈ സിനിമയ്ക്ക് വന്നിട്ടില്ല. ഇതിൽ ആകെപ്പാടെ പറഞ്ഞിട്ടുള്ള അല്ലു അർജുൻ പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടുത്തരുത് മാത്രമേ അല്ലു അർജുൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയെ നമുക്ക് പുഷ്പ 2 പക്ഷേ പുഷ്പ 2 ട്രെയിലർ എനിക്ക് ഓവർ മാസ് മറ്റേ പുള്ളി പെൺവേഷം കെട്ടിയൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് ഓവറായിട്ടൊക്കെ തോന്നി. ഈ സിനിമ എന്തായിരിക്കും എന്ന് അറിഞ്ഞിട്ടുണ്ട്. ചിലപ്പം തെലുങ്കിലൊക്കെ കുറച്ച് ഓവറാണ് വലിയ കാര്യം. പക്ഷേ ഇത് മലയാളികൾ എങ്ങനെ സ്വീകരിക്കും എന്ന് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ പുഷ്പ ഫസ്റ്റ് അങ്ങനെയല്ല, മലയാളികൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കഥയായിരുന്നു.
അപ്പം നമുക്ക് നോക്കാം, എല്ലാവരും കാത്തിരിക്കാം എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം കണ്ണ് തന്നെ അറിയാം.